ഹലോ ഡിയർ നീറ്റ് ആസ്പിരൻസ്, ഡോപ്പ ക്യാപ്സൂൾ 2026 ഡീറ്റെയിൽസ്, നമ്മളുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക. സോ എന്താണ് ഡോപ്പ ക്രാഷ്, എന്താണ് ഡോപ്പ ക്യാപ്സൂളിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുതരാം. ഏറ്റവും ഫസ്റ്റായിട്ട് ഒരിക്കൽ പോലും അടുത്ത 6 മാസം കൊണ്ട്, അടുത്ത 3 മാസം കൊണ്ട്, അടുത്ത 1 മാസം കൊണ്ട് നീറ്റ് നേടാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡായിട്ടല്ല ഡോപ്പ ക്യാപ്സൂളിനെ പരിചയപ്പെടുത്തുന്നുണ്ടാവുക. നിങ്ങൾ പലപ്പോഴും പലതരം അഡ്വർടൈസ്മെൻറ്റുകളിലും 1 മാസം കൊണ്ട് നീറ്റ് നേടാം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ ഫാൻറ്റസിയാണ്. ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുന്ന, ഏറ്റവും നല്ല മുന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ ഒരു ഫാൻറ്റസി വർക്കായിട്ട് മാത്രമാണ് 1 മാസം കൊണ്ട് നീറ്റ് നേടാം എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഡോപ്പ ക്യാപ്സ്യൂളിൽ നിങ്ങൾക്ക് നമ്മൾ അഷ്വർ ചെയ്ത് തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി അത് വളരെ സ്ട്രോങ് ആക്കി മാറ്റാം. നീറ്റിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പോലും, ഒരു പ്രധാനപ്പെട്ട ചോദ്യം പോലും മിസ്സാവാത്ത രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയും സ്റ്റഡി മെത്തേഡും ആയിരിക്കും ഡോപ്പ ക്രാഷ് 2026 ഡോപ്പ ക്യാപ്സ്യൂൾ 2026 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവുക. സോ ലെറ്റ് സി വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ക്യാപ്സ്യൂൾ 2026. ക്യാപ്സ്യൂൾ 2026 ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് തൊട്ടുടനെ തന്നെയായിരിക്കും. ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തോളം നിങ്ങൾക്ക് നീറ്റ് 2026 സമയം ഉണ്ടാവും. ഈ 30 ദിവസമാണ് നമ്മളുടെ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക. ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഡോപ്പയിലെ ഡോക്ടേഴ്സും മറ്റ് സബ്ജക്ട് എക്സ്പേർട്സും ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. ആൻഡ് ഇത്തവണത്തെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഒരു പുതിയ മെത്തേഡിലാണ്. ദാറ്റ്സ് കോൾഡ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ. സോ വാട്ട് ഈസ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ? സാധാരണഗതിയിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ക്ലാസ്സുകളും പഠിക്കുന്നത് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു ദിവസം 1-2 ചാപ്റ്റർ ഫിസിക്സിൻ്റെ എടുക്കും, മറ്റൊരു ദിവസം കെമിസ്ട്രിയുടെ 2-3 ചാപ്റ്റർ വരും, ബയോളജിയുടെ 2-3 ചാപ്റ്റർ വരും. അങ്ങനെ മാറി 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 ഓരോരോ അധ്യാപകരായിട്ട് എടുത്തു പോകുന്ന രീതിയിലാണ് കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ നമ്മളുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഡോപ്പ ഇത്തവണ പ്രസൻറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ ഇറ്റ് ഈസ് എൻറ്റയർലി ചേഞ്ച്ഡ്. ആൻഡ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളുടെ ആ കൺസെപ്റ്റിൻ്റെ സ്ട്രക്ചർ വളരെ ബേസിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് വരുന്ന രൂപത്തിലായിരിക്കും നമ്മൾ ചെയ്തു വരുന്നുണ്ടാവുക. സോ ദ പ്ലാൻ ഗോസ് ലൈക്ക് ദിസ്. ജസ്റ്റ് ഇമാജിൻ, ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു അധ്യാപകൻ, അദ്ദേഹം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നടന്നു വരികയാണ്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്കറിയാം +1 നിന്നുള്ള 2 ചാപ്റ്ററും +2 നിന്നുള്ള 5 ചാപ്റ്ററും അടക്കം 7 ചാപ്റ്ററുകൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു വലിയ ബ്ലോക്കാണ് ഓർഗാനിക് കെമിസ്ട്രി. ഈ വലിയ ബ്ലോക്ക് പല ദിവസങ്ങളിൽ, പല സമയങ്ങളിൽ, പല അധ്യാപകർ പഠിപ്പിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ അധ്യാപകൻ തന്നെ വന്നു നിന്ന് ഒരു 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് പഠിച്ചാലോ, ലൈക്ക് എ പായസം വെക്കുന്നത് പോലെ എല്ലാം കൂടി അരച്ച് പഠിച്ച് ഓരോ ചാപ്റ്ററും മറ്റേ ചാപ്റ്റർ നമ്മൾ റിലേഷൻസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഒരു 3 ദിവസം കണ്ടിന്യൂസ്ലി ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ആ 3 ദിവസം കൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള നമ്മുടെ ആ പേടി സ്വപ്നം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി കിട്ടും. നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു ഗ്യാപ് ഡേ എടുത്ത് ഈ 3 ദിവസം നമ്മൾ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫൗണ്ടേഷണൽ, ഫണ്ടമെൻ്റൽ, മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രിക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സാമും കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി വെരി ഷുവർ ദാറ്റ് തിങ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരൊറ്റ ഏരിയ പോലും മിസ്സായി പോയില്ല എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ അഷ്റഫ് സാറിനെ പോലത്തുള്ള ലെജൻഡ്സ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഫോട്ടോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി സാർ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ സാറിൻ്റെ ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് യു ആൻഡ് അഷ്റഫ് സാർ ഈസ് അലോൺ ഇൻ എ ക്ലാസ് റൂം ഫോർ 3 കൺസിക്യൂട്ടീവ് ഡേയ്സ് ആൻഡ് 3 ദിവസം കൊണ്ട് സാറിൻ്റെ കയ്യിൽ നിന്നുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ ഫൗണ്ടേഷൻസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത്. ലുക്സ് വെരി ഫാസിനേറ്റിംഗ്, റൈറ്റ്? സോ ദാറ്റ്സ് അവർ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്സ് ഇൻ ഡോപ്പ ക്രാഷ് 2026. ആൻഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇമാജിൻ ലൈക്ക് എ ബയോളജി എക്സ്പെർട്ട്, ലൈക്ക് എ ഡോക്ടർ ഷിബിലി സാർ. ഹി ഈസ് കമ്മിങ് ഇൻ ടു യുവർ ക്ലാസ് റൂം ആൻഡ് ഹി ഈസ് ടേക്കിംഗ് ദ ക്ലാസ്സസ്. മൊത്തം ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു 4 ദിവസം എടുത്തിട്ട് നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സ് ഒരുമിച്ചും അതിനകത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷനും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പോലെയുള്ള ചാപ്റ്ററുകൾ കൂടി കമ്പയർ ചെയ്ത് വാട്ട് ഈസ് ഇൻ ഹ്യൂമൻ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനുള്ളിൽ ലങ്സും ഹാർട്ടും സ്റ്റൊമക്കും ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ബ്രെയിനും സ്പൈനൽ കോഡും ഒന്നൊന്നും വെവ്വേറെ ആയിട്ടല്ല ഇരിക്കുന്നത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് എല്ലാവരുടെയും ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആൻഡ് ഡെഫിനറ്റ്ലി നീറ്റിന് ക്വസ്റ്റ്യൻ വരുന്നതും അങ്ങനെ തന്നെയാണ്. ഈ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഓരോരോ ചാപ്റ്റർ വെച്ച് പഠിക്കുന്ന സമയത്ത്, അതും ക്രാഷ് പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് മനസ്സിലാക്കാനുള്ള പ്രയാസം അത് നമുക്ക് ഒഴിവാക്കാം. വെറും 4 ദിവസം കൊണ്ട് എവറിത്തിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ, ഇറ്റ് വിൽ ബി അനദർ വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ടോപ്പിക് ദെയർ ആൻഡ് യു വിൽ ബി fascinated by seeing how the human body works, and that too with a doctor live in your classroom. It will be so fantastic to see. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്?
നിങ്ങൾ വരുന്നു, നിങ്ങളൊരു 4 ദിവസം ഒരുമിച്ച് ഒരു ഡോക്ടറെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആ ഡോക്ടർ ഹ്യൂമൻ ബോഡിയിലുള്ള ഓരോ പാർട്സും ഓരോ ഓർഗൻ സിസ്റ്റവും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിപ്പിച്ചു തരുന്നു. ഓരോ ദിവസത്തെ ക്ലാസ്സിന് ശേഷവും അന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകളുടെ എക്സാം പിറ്റേ ദിവസം ഉണ്ടാവും, ഒരു സാമ്പിൾ എക്സാം. നിങ്ങൾക്ക് തലേ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യാനും ഒന്നുകൂടി ഫോക്കസ് ചെയ്യാനും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ എക്സാം വെക്കുക. നെക്സ്റ്റ് ഡേയിലെ ക്ലാസ് ഒരു കുഞ്ഞ് എക്സാം, നെക്സ്റ്റ് ഡേയിലെ ക്ലാസ് ഒരു കുഞ്ഞ് എക്സാം, അടുത്ത ദിവസത്തെ ക്ലാസ് ഒരു കുഞ്ഞ് എക്സാമോട് കൂടിയിട്ട് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന വലിയ ബ്ലോക്ക് വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്യാപ്പ് കിട്ടുന്നുണ്ടാവും. ആ സ്റ്റഡി ഗ്യാപ്പ് കഴിയുന്ന ആ ദിവസത്തിൽ ഹ്യൂമൻ ഫിസിയോളജി മൊത്തം കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കൊരു വലിയ എക്സാം കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഹ്യൂമൻ ഫിസിയോളജി ഈസ് സീൽഡ് ഫോർ യു. ദ സെയിം വേ ജസ്റ്റ് ഇമാജിൻ ഒരു ഫിസിക്സ് എക്സ്പേർട്ട് ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. യു നോ ദാറ്റ് തിങ് നമ്മുടെ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ മെക്കാനിക്സ് എന്ന് പറയുന്ന കാര്യം. അതിൽ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 1D 2D ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, ഇതെല്ലാം കൈനമാറ്റിക്സ് എന്ന് പറയുന്ന സംഗതികളുടെ മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റർ എല്ലാം നമ്മുടെ അനൂപ് സാറിനെ പോലെ ഒരാളെ ഇങ്ങനെ ജൈജാൻറ്റിക് ആയിട്ട് നിന്ന് രസമായിട്ട് പഠിപ്പിച്ചാലോ. ശരിക്കും നമുക്കറിയാം 1 ഡയമെൻഷണൽ മോഷനിലും 2 ഡയമെൻഷണൽ മോഷനിലും 3 ഡയമെൻഷണൽ മോഷനിലും എല്ലാത്തിലും കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ കഷ്ണമായിട്ട് പഠിച്ചിരുന്ന പല ഐഡിയാസും നമ്മൾ ഒരുമിച്ച് പഠിച്ച ഒരു സോളിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്താ കിട്ടുക എന്നല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മേജർ കൺസെപ്റ്റ് പോലും മിസ്സാവുന്നില്ല. ആൻഡ് ഓരോരോ ചാപ്റ്ററുകൾ തമ്മിലുള്ള ലിങ്കിങ്, എങ്ങനെയാണ് ഓരോ ചാപ്റ്ററുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഒരു ഐഡിയ എങ്ങനെയാണ് വ്യത്യസ്ത തരം ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തരം ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ വൈ ടു സേ നോ ഫോർ ആൻ ഇൻറ്റഗ്രേറ്റഡ് ചാപ്റ്റർ ഡിസ്കഷൻസ്? ഡെഫിനറ്റ്ലി ജോയിൻ ഡോപ്പ ക്യാപ്സ്യൂൾ. നിങ്ങൾക്ക് ഇതെല്ലാം വളരെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഇത് മാത്രമാണോ നിങ്ങളുടെ സെഷൻസ്? അല്ല, നമ്മളുടെ ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ഏരിയാസിലും. ബയോളജിയിൽ ഹ്യൂമൻ ഫിസിയോളജി ഓൾറെഡി നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ബയോകോർ എന്ന് പറയുന്ന സെൽ ബയോളജിയുടെ പോർഷൻസ്. ഒരു സെൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജിയുടെ ഉള്ളിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, ബയോമോളിക്യൂൾ. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ബയോടെക്നോളജി 1, ബയോടെക്നോളജി 2 എന്ന് പറഞ്ഞിട്ട് 7-8 ചാപ്റ്ററുകളാണ് ഒരു സെല്ലിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് NCERT പഠിക്കാനുള്ളത്. ഈ 8 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് ഒരു സെൽ എക്സ്പേർട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലോ എങ്ങനെയാണ് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ശരിയോ, ബയോടെക്നോളജിയും സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? ഉണ്ട് മക്കളെ, അടിപൊളിയായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതെല്ലാത്തിനും ഒരൊറ്റ കോർ തീമിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമ്മളെ സകലമായ കൺഫ്യൂഷൻസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? DNA, ക്രോമസോം, ജീനുകൾ, പ്രോട്ടീൻ സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ, S phase, G phase, ഇതെല്ലാം കണക്റ്റഡ് ആണോ? എവ്രിതിങ് ഈസ് കണക്റ്റഡ്. യു ഹാവ് ടു നോ ദാറ്റ് തിങ്. എല്ലാം കൂടി ഒരു ഒറ്റ സിംഗിൾ സ്റ്റോറി ആക്കി എടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഫണ്ടമെൻ്റൽ വിൽ ബി ഓൾ റൈറ്റ്. സോ ബയോളജിയിൽ ഹ്യൂമൻ ഫിസിയോളജി ഈസ് 1 യൂണിറ്റ്. എവറി ചാപ്റ്റർ അണ്ടർ ടുഗദർ 2-3 days we will be covering. സെൽ ബയോളജി അനദർ ആണ്. ആൻഡ് പ്ലാന്റിങ് ലൈക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മുതൽ പ്ലാന്റ് കിങ്ഡം മുതൽ അനാട്ടമി, മോർഫോളജി ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ് ഫിസിയോളജിയിലുള്ള മറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരു പ്ലാന്റ് എങ്ങനെ ജനിക്കുന്നു എന്നും ആ പ്ലാന്റ് എങ്ങനെ വലുതായി പോകുന്നതും നമുക്ക് വേറെ എവിടെയും പോകേണ്ട, ഒറ്റ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ഇനി തിരിച്ചു വരികയാണെങ്കിൽ നമ്മളുടെ അനിമൽ കിങ്ഡം പോലെ മറ്റ് അനിമലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരേ യൂണിറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇതെല്ലാം ഒരേ യൂണിറ്റിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മോഡേൺ ഫിസിക്സും ഒപ്റ്റിക്സും ഒരേ യൂണിറ്റിലായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രോഷർ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ആസ്ക് യുവർ കോർഡിനേറ്റർ, നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഡോപ്പയിലേക്ക് വിളിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ആളോട് അതിൻ്റെ ബ്രോഷർ ഒന്ന് അയച്ചു തരുമെന്ന് പറയാം. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും എവിടെ എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുള്ള ബ്രോഷറുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സ്യൂളിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ഒരു 3 ദിവസത്തെ ക്ലാസ് ഒരു ബ്ലോക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഓരോ ദിവസവും ചെറിയ എക്സാമുകൾ എഴുതി ഈ ബ്ലോക്കിൻ്റെ മുഴുവനായിട്ട് ഒരു എക്സാം എഴുതി അത് എംഫസൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. കൃത്യം 30 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് വളരെ അടിപൊളിയായിട്ട് തീർക്കാം. ഓൾ മേജർ കൺസെപ്റ്റ്സ് ആൻഡ് ഓൾ മേജർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ NEET 2026 വിൽ ബി ദെയർ അറ്റ് ഡോപ്പ ക്യാപ്സ്യൂൾ. ഉറപ്പായിട്ടും ഉണ്ടാവും. അത്ര കോംപ്രഹെൻസീവ് ആയിട്ടാണ് നമ്മളുടെ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് എ മെറ്റീരിയൽ? ഡെഫിനറ്റ്ലി വി ഹാവ് എ ഹാൻഡ് റിട്ടൺ മെറ്റീരിയൽ ഫോർ ഡോപ്പ ക്യാപ്സ്യൂൾ. നല്ല അടിപൊളിയായിട്ട് വളരെ ചെറിയ ക്യാപ്സ്യൂൾ വലുപ്പത്തിൽ എഴുതിയിട്ടുള്ള ഹാൻഡ് റിട്ടൺ മെറ്റീരിയൽ ഉണ്ട്. ഓരോ ക്ലാസ് കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ തുറന്ന് മെറ്റീരിയലിനകത്ത് അണ്ടർലൈൻ ചെയ്ത് വേണ്ട അധിക പോയിന്റുകൾ എഴുതി വെച്ച് മുന്നോട്ട് പോയാൽ മതിയാവും. ആൻഡ് നീറ്റിനുള്ള കുറഞ്ഞ സമയം 30 ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാൻ NCERT മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും ഡോപ്പ ക്യാപ്സ്യൂൾ മെറ്റീരിയലും അതിലുള്ള ക്വസ്റ്റ്യൻസും വളരെ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും.
ഇനി മറ്റ് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഓർഗാനിക് ഒരു ബ്ലോക്ക് ആണെങ്കിൽ അതുപോലത്തെ അടുത്ത ബ്ലോക്ക് ആയിരിക്കും ഇനോർഗാനിക് കെമിസ്ട്രി. നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് പഠിച്ചു വെക്കണം. ദെൻ ഓൺലി നമുക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്ത സെഗ്മെൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ഫിസിക്കൽ കെമിസ്ട്രിയും ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കൺസെപ്റ്റുകൾ, അത് ഓരോ ചാപ്റ്ററിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കൺസെപ്റ്റുകൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട് ചാപ്റ്ററുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ലൈക്ക് എ എന്താ പറയുക ഗോൾഡൻ പുതിയ സംഭവം. ഇറ്റ്സ് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ, ദ വെരി ന്യൂ വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രാഷ് 2026 നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്നാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയുക? തീർച്ചയായിട്ടും നിങ്ങൾക്ക് +2 ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഏപ്രിലിൽ നടക്കുന്ന +2 ബോർഡ് എക്സാമിന് ശേഷം നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടി പറ്റും. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് ദ അഡ്മിഷൻസ് ഏർലി, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? ഡെഫിനറ്റ്ലി നമ്മളുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 5 മുതലാണ്. ആദ്യത്തെ ബാച്ചിൽ വരുന്ന ആളുകൾക്ക് +2 ടോപ്പിക്കുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഷനിൽ നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടാവും. സോ നമ്മളുടെ ഇടയിൽ വരുന്ന +2 കുട്ടികൾക്ക് നമ്മളുടെ +2 ബോർഡ് എക്സാം ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ +2ലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒരു റൗണ്ട് കൂടി പഠിക്കാൻ വേണ്ടി പറ്റുക. ഈ പറയുന്നത് പോലെ കൺസെപ്ച്വൽ ഡെപ്ത് വെച്ച് അതിൻ്റെ മേജറായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്ന, എല്ലാ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസും ഡിസ്കസ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു റൗണ്ട് +2 ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവില്ലേ? ഉറപ്പായിട്ടും. സോ ആദ്യം നേരത്തെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം +2ൻ്റെ മുഴുവൻ ഒരു ചാപ്റ്റേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകളും ഓരോ ദിവസവും നടക്കുന്ന എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ +2 ബോർഡ് എക്സാമിന് പിന്നെ പോയി കഴിഞ്ഞ് +2 ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഒരു ഫുൾ റൗണ്ട് ഇൻ്റഗ്രേറ്റഡ് റിവിഷനും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് വാട്ട് ഇഫ് യു ആർ റിപ്പീറ്റർ ആണെങ്കിലും സെയിം വേ, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് അറ്റ് January 5th with us, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കൃത്യമായിട്ട് +2 ടോപ്പിക്കുകൾ മുഴുവനായിട്ട് കിട്ടും. ആൻഡ് +2 ബോർഡ് എക്സാം നടക്കുന്ന മാർച്ച് മാസത്തിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ടു റൈറ്റ് ദ മാരത്തോൺ എക്സാംസ് വിത്ത് ഡോപ്പ റിപ്പീറ്റേഴ്സ്. ഡോപ്പയിൽ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മാരത്തോൺ എക്സാംസ് എഴുതാനുള്ള ഒരു അവസരമാണ് കിട്ടുക. സോ വാട്ട് ഈസ് മാരത്തോൺ എക്സാംസ്? ഡെഫിനറ്റ്ലി ഡോപ്പയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടേ കൊടുക്കുന്ന നമ്മളുടെ അടിപൊളി ടെസ്റ്റ് സീരീസാണ് മാരത്തോൺ ടെസ്റ്റ് സീരീസ്. മാരത്തോൺ ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മിഡിൽ പാർട്ടാണ് മാരത്തോൺ എക്സാംസ്. അടിപൊളിയായിട്ട് നമ്മളെ പഠിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള 12 അവറിൻ്റെ ഉള്ളിൽ നമ്മൾ 5 കുഞ്ഞു എക്സാം എഴുതുന്ന പോലെ ആസ് എ മാരത്തോൺ. ഉദാഹരണത്തിന് രാവിലെ 7 മണിക്ക് ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ 7 മണിക്ക് ഒരു 30 ക്വസ്റ്റിൻ്റെ എക്സാം, ചെറിയ എക്സാമാണ്. അപ്പോൾ 7 മണി മുതൽ 7:30 വരെ ഒരു 30 ക്വസ്റ്റിൻ്റെ എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത 2-3 ചാപ്റ്റർ പഠിക്കാൻ നമുക്കൊരു 2 മണിക്കൂർ സമയം കൂടി കിട്ടും. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 2-3 ചാപ്റ്റർ പെട്ടെന്ന് പഠിക്കണം. 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത എക്സാം കിട്ടും. 10 to 10:30 അടുത്ത എക്സാം വരുന്നുണ്ടാവും. പിന്നെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് 2-3 ചാപ്റ്റർ കൂടി നമുക്ക് പഠിക്കാനുണ്ടാവും. 1 മണിയാകുമ്പോൾ നമുക്ക് അടുത്ത എക്സാം ഉണ്ട്. 4 മണിയാകുമ്പോൾ നമുക്ക് അടുത്ത എക്സാം ഉണ്ട്. രാത്രി 7 മണിക്ക് ഒരു എക്സാം ഉണ്ടാവും. രാത്രി 10 മണി വരെ എക്സാം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സാം ബേസ് ചെയ്ത് നമ്മൾ സ്പീഡിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 15 ചാപ്റ്ററൊക്കെ പഠിച്ച് റിവൈസ് ചെയ്ത് എഴുതാൻ പറ്റിയ അവസരമാണ് മാരത്തോൺ എക്സാംസ്. മാരത്തോൺ എക്സാംസ് എഴുതണമെങ്കിലും യു ഹാവ് ടു ജോയിൻ ഏർലി. സോ ഏർലി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 2 ബെനിഫിറ്റാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ബെനിഫിറ്റ് 12th ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള മാരത്തോൺ ടെസ്റ്റ് സീരീസിൻ്റെ മാരത്തോൺ എക്സാം എന്ന് പറയുന്ന പാർട്ട് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയി വരുന്നുണ്ടാവും ഇഫ് യു ആർ ജോയിനിങ് ഏർലി. സോ വൈ ടു വെയിറ്റ്? ജോയിൻ നൗ ആൻഡ് വി ക്യാൻ സ്റ്റഡി. അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് കൺസെപ്റ്റുകളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് വാട്ട് ഡോപ്പ ഗിവ്സ് യു അഷ്വറൻസ് ദാറ്റ് തിങ്. നീറ്റ് 2026 ചോദിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ മേജർ ചോദ്യം പോലും നിങ്ങളുടെ ക്രാഷ് കോഴ്സിൽ നിന്ന് മിസ്സാവുകയുണ്ടാവില്ല. ആൻഡ് ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാം. ആൻഡ് വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് ക്രാഷ്? 2 ഔട്ട്പുട്ടുകളാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 2026 നീറ്റ് ക്രാക്ക് ചെയ്ത് നിങ്ങൾ സ്വപ്നം കാണുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുക. അല്ലെങ്കിൽ നീറ്റ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണമോ വേണ്ടയോ, ഒരു വർഷം കൂടി നീറ്റിനൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമോ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പിൾ പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ നോ ദ ഡോപ്പ സിസ്റ്റം. ഡോപ്പ സിസ്റ്റം ഈസ് വെരി യുണീക്ക് വെയർ വി വിൽ ബി മെൻറ്ററിങ് യു ഇൻ റിയൽ ടൈം. ക്ലാസിക്കായിട്ട് എല്ലാവരും പറയുന്ന പോലെ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സമാധാനമായിട്ട് പഠിച്ചോളൂ, പരമാവധി പഠിക്കാൻ ശ്രമിക്കൂ, നല്ല ഹാർഡ് വർക്ക് ചെയ്യൂ പോലെയുള്ള ജനറിക് ആയിട്ടുള്ള മോട്ടിവേഷണൽ ഡയലോഗുകളല്ല നമ്മൾ പറയുന്നുണ്ടാവുക. കൃത്യമായിട്ടുള്ള ആക്ഷണബിൾ സ്റ്റെപ്പ് ഓരോ ദിവസവും എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആൻഡ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് +2 ബോർഡ് എക്സാമിൽ നിന്നും എങ്ങനെയാണ് ഒരു റിപ്പീറ്റേഴ്സ് എക്സാമിലേക്ക് മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോപ്പയിൽ നിന്ന് എന്നെ പോലെയുള്ള ഡോക്ടേഴ്സ് കൃത്യമായിട്ട് റിയൽ ടൈമിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ദാറ്റ് ടു എവ്രി ഡേ. എല്ലാ ദിവസവും നിങ്ങൾക്ക് നടക്കുന്ന മെൻറ്റർഷിപ്പും നിങ്ങളുടെ പേരൻസിന് കിട്ടുന്ന അവബോധനവും പേരൻസ് മീറ്റിങ്ങുകളും സംഗതികളും ഒക്കെ ആയിട്ട് ഡോപ്പയുടെ പേരൻസ്, ഡോപ്പയിലെ കുട്ടികൾ, ഡോപ്പയിലെ മെൻറ്റേഴ്സ് ആൻഡ് ഡോപ്പയിലെ ഡോക്ടേഴ്സ്, ഡോപ്പയിലെ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി എക്കോസിസ്റ്റത്തിനുള്ളിലൂടെ വി ക്യാൻ ബി എ ഡോക്ടർ. Thank you so much. So we'll see you in Dopat Capsule 2026.